ഏതെങ്കിലും കൺവെൻഷനോ മീറ്റിങ്ങിനോ പോയി രക്ഷിക്കപ്പെടാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അരക്കൈ പൊക്കി മുന്നോട്ട് വന്നതല്ല വീണ്ടും ജനനം. അയ്യോ, ഞാനൊരു പാപിയാണ്, പാപബോധമുണ്ടായി. നീ ഓടിക്കൊണ്ടിരുന്ന വഴി തെറ്റാന്ന് മനസ്സിലാക്കി സ്റ്റോപ്പ് ചെയ്തിട്ട് യു ടേൺ എടുക്കണം. അതാ മാനസാന്തരം. ഇതുവരെ നടന്നതെല്ലാം തെറ്റാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ബൈ റൂട്ട് എടുത്ത് പോകാൻ പറ്റത്തില്ല. നീ പോകുന്ന പാതയിൽ സ്റ്റോപ്പ് ചെയ്ത് യു ടേൺ എടുക്കണം. ടേൺ ടു ജീസസ്. അതാ മാനസാന്തരം. ടേൺ ടു ജീസസ്. അലറിക്കരയണം. പാപത്തെക്കുറിച്ച് ഓർത്തിട്ട്, ദൈവമേ, ഈ കൊടുംപാപിയായ എന്നെ സ്നേഹിപ്പാൻ എന്റെ യേശുവേ എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിയപ്പാ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയണം. ഇന്ന് വരെ ഒന്ന് കരഞ്ഞിട്ടുണ്ടോ? ഈ സ്നേഹത്തെ ഓർത്തൊന്ന് കരഞ്ഞിട്ടുണ്ടോ? പാപബോധം ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനം കൂടെ ചേർന്ന് നിങ്ങളുടെ അകത്ത് ഒരു ജനനം നടക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ അകത്തോ യേശു ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. വീണ്ടും ജനനം, ബോൺ അഗൈൻ. യഥാർത്ഥമായി വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാലോ യേശു ക്രിസ്തുവിൻ്റെ വചനത്താലോ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബ ശാപങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവഭക്തൻ, ഒരു ദൈവ പൈതല്, അവൻ സെപ്പറേഷൻ ഉള്ളവനാണ്. അവനെ ദുഷ്ടപിശാചിന് തൊടാൻ കഴിയില്ല. ദൈവരാജ്യത്തിൻ്റെയൊക്കെയുള്ള വാതിലാണ് വീണ്ടും ജനം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യാനുള്ള PR വിസ സ്റ്റാമ്പ് ചെയ്യുന്നതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. സാധാരണ രാജ്യങ്ങളിലൊക്കെ അവിടെ ചെന്ന് താമസിച്ചിട്ട് PR കിട്ടുമെങ്കിൽ, ദൈവമക്കളെ, ഇവിടെ അങ്ങനല്ല. നീ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ രാജ്യം നിന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് നിന്റെ വിസ സ്റ്റാമ്പ് ചെയ്യാണ്. ലോകരാജ്യങ്ങളിലെല്ലാം തിരിച്ചു നടക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ വിസ സ്റ്റാമ്പിങ് നടക്കുന്നത് ഈ രാജ്യം ഇങ്ങോട്ട് വന്നിട്ട് നിന്റെ വിസ സ്റ്റാമ്പ് ചെയ്യും. നമുക്ക് 2 പൗരത്വമുണ്ട്. നിങ്ങൾക്കറിയാമോ? നമ്മുടെ ശരീരത്തിന്റെ പൗരത്വം ഇന്ത്യൻ പൗരത്വം, ഇന്ത്യൻ പാസ്പോർട്ട്. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കൻ പാസ്പോർട്ട്, ഓസ്ട്രേലിയയിലാണെങ്കിൽ ഓസ്ട്രേലിയയിൽ. ഏത് രാജ്യത്താണ് നിങ്ങൾ പെർമനന്റ് റെസിഡൻസ് ആയിരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ പാസ്പോർട്ട് ഇവിടെയല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം. സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നത് ഈ ശരീരമല്ല. സ്തോത്രം. ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ ചലിക്കാൻ തുടങ്ങുന്നത് അവൻ ആത്മാവിൽ അവനെ ചലിക്കാൻ പോകുന്നത്. സ്തോത്രം. നിക്കോദീമോസിനോട് ദൈവം പറയാണ്, ഈ രാജ്യത്തിന്റെ പവർ നിനക്ക് കാണണോ? നീ വീണ്ടും ജനിച്ചാൽ നിനക്ക് ഇവിടെ കാണാം ഈ പവർ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിന്റെ ആ യഥാർത്ഥമായ ഒരു രീതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ട് ഞാൻ വായിക്കട്ടെ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. സ്തോത്രം. നമ്മൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ നമ്മൾ ജഡപ്രകാരം പോരാടുന്നില്ല. ദൈവരാജ്യത്തിന്റെ PR പെർമനന്റ് റെസിഡൻസ് അടിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലെ കുറിച്ച് അവിടെ പറയുന്നത്. ദൈവരാജ്യത്തിന്റെ ഭാഗമായി ദൈവരാജ്യത്തിന്റെ വിസ സ്റ്റാമ്പ് ചെയ്ത ഞാൻ ജീവിക്കുന്നത്, താങ്കൾ ജീവിക്കുന്നത്, സഹോദര ദൈവദാസ നിങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണ് ഇവിടെ. പക്ഷേ ജഡത്തിൽ ജീവിക്കുന്ന താങ്കളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. ഇത് ദൈവരാജ്യത്തിന്റെ സിസ്റ്റമാകട്ടോ. ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ശരീരത്തിന്റെ അകത്തല്ല അവന്റെ കംപ്ലീറ്റ് പരിപാടി.
അവൻ ആത്മാവിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, അവൻ ആത്മാവിലാണ് ഇത് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിലെ ഒരു കിങ്ഡം നമുക്ക് കണ്ടുകൊണ്ട് കാണാം. പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും സൈന്യം, അല്ലെങ്കിൽ കംപ്ലീറ്റ് കോടതി, ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് കാണാം. പക്ഷേ ഇവിടെ ദൈവരാജ്യത്തിന്റെ ഹല്ലേലൂയ ഭാഗമായി തീർന്ന നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നതൊന്നുമില്ല. പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണാത്ത അൺസീൻ മണ്ഡലം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ സകല പവറെ നമുക്ക് നമ്മുടെ അകം കണ്ടുകൊണ്ട് കാണാൻ കഴിയും. ദൈവരാജ്യത്തിന്റെ പവർ നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവരാജ്യത്തിന്റെ പവർ കൊണ്ട് പൈശാചിക മണ്ഡലത്തിന്റെ അൺസീൻ മണ്ഡലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ജഡത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നമ്മൾ പോരാടുന്നത് ജഡത്തിലല്ല. നമുക്കൊരു സ്വർഗീയ പൗരത്വമുണ്ട്, ഒരു പാസ്പോർട്ടുണ്ട്. ഈ സ്വർഗീയ പൗരത്തിന്റെ അണ്ടറിലായിരിക്കുന്ന ആത്മാവിലാണ് ഞാൻ പിന്നെ ജീവിക്കുന്നത്. എൻ്റെ മുന്നിൽ വരുന്നതിനെ തിരിച്ചറിയുവാൻ ഈ ആത്മാവിൽ എനിക്ക് കഴിയത്തുള്ളൂ. അതാണ് പോരാട്ടം മാറുക എന്ന് പറഞ്ഞത്. നിന്റെ മുന്നിൽ വരുന്നത് എന്തു ആയിക്കോട്ടെ, മനുഷ്യനാണ് നിന്നോട് പോരാടുന്നത്. പക്ഷേ നിന്റെ ജഡത്തിൽ ആ മനുഷ്യനോട് പോരാടാൻ പാടില്ല. അതാണ് എഫേസ്യ ലേഖനം പറയുന്നത്, പോരാട്ടം മാറും, ആയുധം മാറും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പല പ്രാവശ്യം ഈ സ്റ്റേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ കിങ്ഡത്തിനകത്തെത്തുന്ന ഈ ആത്മാവിന്റെ, ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാകുന്ന ഒരു ദൈവ പൈതലിന്റെ പോരാട്ടം മാറും, ആയുധം മാറും. അതിന് താഴെ 4 ഓഫീസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിൽ ജീവിക്കുന്ന, ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്ന എനിക്കെതിരെ ഈ ലോകത്തിൽ ഒരു പോരുമില്ല. കാര്യം മനസ്സിലായോ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് എനിക്കെതിരല്ല. ഇവിടുത്തെ മതസംഘടനകൾ എനിക്കെതിരല്ല. അവരൊക്കെ മനുഷ്യരാണ്, അവർക്കൊക്കെ സ്നേഹിക്കാൻ മനസ്സുണ്ട്. പക്ഷേ ആ മനുഷ്യരെ പിടിച്ച് കൺട്രോൾ ചെയ്ത് ഒരു ദൈവ പൈതലിന് നേരെ അവനെ സഭയെ അടിച്ച് നശിപ്പിക്കാൻ, അവനെ അടിച്ചില്ലാതാക്കാൻ, കൊന്നുകളയാൻ പോരാടുന്നൊരു പവറുണ്ട്. ആ 4 പവറിനെ കുറിച്ച് എഫേസ്യ ലേഖനം 6:10 വായിച്ചാൽ മനസ്സിലാകും. 1, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ശക്തികൾ, സ്വർലോക പെണ്ണകൾ, വ്യാപരി, ദുഷ്ടാത്മസേന. ഈ 4 ഓഫീസുകളിൽ കൂടെയാണ് പൈശാചിക മണ്ഡലം അല്ലെങ്കിൽ അവന്റെ കിങ്ഡം ലോകരാജ്യത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ഈ 4 ഫോഴ്സസിനെ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുമ്മാത് കൈകൊട്ടിപ്പാടിയാ മനസ്സിലാകത്തില്ല. നീ ദൈവരാജ്യത്തിന്റെ ഭാഗമായി ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ 4 ഓഫീസുകൾ നിനക്ക് തിരിച്ചറിയത്തുള്ളൂ. ഏത് ഓഫീസിൽ നിന്നാണ് ഈ അറ്റാക്ക് ഉണ്ടായെന്ന് മനസ്സിലാകത്തുള്ളൂ. നിന്റെ നേരെ കേസ് കൊടുക്കണം, നിന്നെ അടിക്കുന്ന ഏതെങ്കിലും മതസംഘടനയോ രാഷ്ട്രീയ പാർട്ടികളോ നശിക്കാനോ മുടിയാനോ നീ പ്രാർത്ഥിക്കരുത്. അവരെ സ്നേഹിക്കണം, അവർ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? അവിടെയാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. യേശുവിന്റെ മുന്നിൽ വന്ന ആ കുരുടനും ഊമനുമായ ആ പയ്യനെ കൊണ്ട് മുന്നിൽ നിർത്തിയപ്പോൾ യേശു എന്താ ചെയ്തത്? പുറമേ നോക്കുന്ന ആൾക്കാരെല്ലാം പറയും, അയ്യോ ഇവൻ എന്താ ഇത് കാണിക്കാൻ പോന്നെ, ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ.